പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന സഹാബിയത പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, പടച്ചവനെ എനിക്കിനി പ്രവാചകനെ കാണാത്ത കണ്ണെനിക്കിനി വേണ്ട അല്ലാ, പ്രവാചകന്റെ മുഖം കാണാൻ കഴിയാത്ത കണ്ണിന്റെ കാഴ്ച എനിക്ക് വേണ്ട റബ്ബേ, എന്റെ കാഴ്ചയെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിലോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വന്നത് പ്രവാചകന്റെ സ്നേഹം മാത്രമായിരുന്നു. അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള കണ്ണിലൂടെ കാണാൻ ആഗ്രഹിച്ചത് ഹബീബിന്റെ മുഖം മാത്രമായിരുന്നു, ഹബീബുമായുള്ള ബന്ധം മാത്രമായിരുന്നു. അവരുടെ ജീവൻ അവരെ സമർപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ടാ, അവരുടെ സമ്പത്ത് സമർപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ടാ, അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സമർപ്പിച്ചത് അത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്ന ഒരു വാർത്ത അറിയുന്ന സമയത്ത് ഉമ്മു ശരീക എന്ന് പറയുന്ന ഒരു വനിത, എന്റെ പ്രിയമുള്ള തോട്ടുമുക്കിലെ ഉമ്മ, നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മു ശരീക എന്ന് പറയുന്ന ഒരു സഹാബിയത്തായിട്ടുള്ള വനിത മക്കയിൽ താമസിച്ചിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി എന്ത് ചെയ്തെന്നറിയുമോ? ഇനി ഹബീബില്ലാത്ത മക്ക എനിക്ക് കാണണ്ട, ഹബീബില്ലാത്ത മക്കയിൽ എനിക്കിനി താമസിക്കണ്ട, അതുകൊണ്ട് പ്രവാചകൻ കടന്നുപോയ മദീനയിലേക്ക് എനിക്ക് പോകണമോ? ആഹാരമുണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് പ്രവാചകൻ മദീനയിലേക്ക് പോയെന്നുള്ള വാർത്ത ഉമ്മു ശരീകയുടെ ചെവിയിലെത്തുന്നത്. ഉമ്മു ശരീക എന്ന് പറയുന്ന ആ പെണ്ണെന്ത് ചെയ്യുന്നു? കുഴച്ചു വെച്ചിരുന്ന മാവിനെ അതുപോലെ വെച്ചുകൊണ്ടതാ മദീനയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. മദീനയിലേക്ക് പോകാനുള്ള വഴി ഉമ്മു ശരീകക്കറിയില്ല, കൂട്ടിനൊരാളില്ല, കൂടെ പോകാൻ ഒരാളില്ല, സഹായത്തിനൊരാളില്ല, കരുതലായി കൊണ്ടുപോകാൻ ആഹാരങ്ങൾ കയ്യിലില്ല. ഉമ്മു ശരീക എന്ന പെണ്ണ് പ്രവാചകനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സുന്ദര പൂവതനമെന്ന് കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന് മനസ്സിൽ വെച്ചുകൊണ്ട് മക്കയുടെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് മദീന ലക്ഷ്യമാക്കി. ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, എനിക്കെന്റെ മദീനയിലേക്ക് കടന്നു പോകണം, എനിക്കെന്റെ ഹബീബിനെ കാണണം, ഹബീബില്ലാത്ത മക്ക എനിക്ക് കാണണ്ട. ഉമ്മു ശരീക അവിടെ നിന്ന് കടന്നു പോവുകയാ. വിജനമായ ഒരു പാതയിലൂടെ നടന്നു പോകുമ്പോ അങ്ങകലെ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കാണുന്നു. കൂട്ടിനൊരാളില്ലാതെ, സഹായത്തിനൊരാളില്ല.